പാശ്ചാത്യ ശക്തികൾക്ക് എന്നും എപ്പോഴും സംഘർഷങ്ങൾ വേണം. ഏതെങ്കിലും രാജ്യം അസ്വസ്ഥമായി കൊണ്ടിരിക്കണം. അവർ കൂടുതലും അങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ പശ്ചിമേഷ്യയാണ്. ഇപ്പോഴിതാ ലെബനാനിൽ യുദ്ധം അവസാനിപ്പിച്ച ശേഷം പുതുതായി സിറിയയിൽ പോർക്കളം തുറക്കുകയാണ്. സിറിയ ആക്രമിക്കുന്നതിന് പിറകിൽ വ്യക്തമായ മറ്റൊരു കാരണം കൂടിയുണ്ട്. അഥവാ റഷ്യയെ അസ്വസ്ഥമാക്കുക എന്ന ഒരു കൃത്യമായ അജണ്ട അവർക്കുണ്ട്. ഉക്രൈനിൽ റഷ്യയെ തളക്കാൻ പറ്റിയില്ലെങ്കിൽ സിറിയയിൽ തളക്കുക എന്നതാണ് പാശ്ചാത്യ ശക്തികളുടെ ഇപ്പോഴത്തെ ഒരു തന്ത്രം. ഒരു കാലത്ത് അടിച്ചമർത്തിയ സിറിയൻ സർക്കാർ വിരുദ്ധ പക്ഷത്തിനെ കൂട്ടുപിടിച്ച് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും സിറിയയിൽ പുതിയ അസ്വസ്ഥതകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. സിറിയയിൽ ഇപ്പോൾ രൂക്ഷമായ വലിയ തരത്തിലുള്ള സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് മനസ്സിലാകുന്നത്. ഇതിന് പിറകിൽ അമേരിക്കയാണെന്ന് സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അൽ-ഖായിദയും ഐസിസും ആരുടെ സൃഷ്ടിയാണ് എന്ന് ഇപ്പോഴും ഉത്തരമില്ലെങ്കിലും ലോകം ഉറച്ചു വിശ്വസിക്കുന്ന ഒന്ന് അതിന് പിറകിൽ അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളും ശക്തികളും തന്നെയാണ് എന്ന് തന്നെയാണ്. അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് പുതിയ ഭീകര സംഘടന സിറിയയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സിറിയയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. സിറിയയിലെ അലപ്പോ, ഇദ്ലിബ് പ്രവിശ്യകളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയതായി ഡമാസ്കസിലെ സർക്കാർ വാർത്താ ഏജൻസിയായ സന ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സിറിയയിലെ ആഭ്യന്തര കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. മുമ്പ് ജബത്ത് അൽ നുസ്ര എന്നറിയപ്പെട്ടിരുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം അഥവാ HTS എന്ന ഭീകര സംഘടനയാണ് ബുധനാഴ്ച സിറിയയിൽ രൂക്ഷമായ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തെ അടിച്ചൊതുക്കാനുള്ള പ്രത്യാക്രമണങ്ങൾ ഇപ്പോഴും അവിടെ തുടരുന്നു എന്നതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇത് ഇങ്ങനെയാണ് സന റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻപ് സിറിയൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള 10 പ്രദേശങ്ങളെങ്കിലും ഈ തീവ്രവാദ ഗ്രൂപ്പ് കീഴടക്കിയതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സിറിയയും റഷ്യയും അമേരിക്കയും മറ്റു നിരവധി രാജ്യങ്ങളും ഈ HDS എന്ന് പറയുന്ന ഭീകര ഗ്രൂപ്പിനെ ഒരു ഭീകര സംഘടനയായി തന്നെയാണ് കണക്കാക്കുന്നത്. രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇദ്ലിബ് പ്രവിശ്യ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളും വെയർഹൗസുകളും ലക്ഷ്യമിട്ട് ഇക്കഴിഞ്ഞ മാസം റഷ്യയുടെയും സിറിയയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇവരുടെ യുദ്ധവിമാനങ്ങൾ ഇദ്ലിബ്, ലത്താക്കിയ തുടങ്ങിയ പ്രവിശ്യകളിലെ HDS കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രവിശ്യയിൽ തന്നെയാണ് അമേരിക്കയുടെ സൈനിക ബേസുകളും വിവിധ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. US സൈനിക സാന്നിധ്യം നിലനിർത്തുന്ന ഈ വടക്ക് കിഴക്കൻ സിറിയയിലെ പ്രദേശങ്ങളിൽ ഭീകരർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ വർഷം തന്നെ ചൈനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബഷാറുൽ അസദ് വ്യക്തമാക്കിയിരുന്നതുമാണ്. സിറിയ പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക പോലും ഈ വിമത ഗ്രൂപ്പുകളെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. എന്നാൽ സിറിയയിൽ റഷ്യ പിടിമുറുക്കിയതോടെ സിറിയക്ക് നേരെ ഇസ്രയേൽ ആക്രമണം പോലും നടത്തുകയുണ്ടായി. സിറിയക്കെതിരെ ഇസ്രയേലും അമേരിക്കയും ഉന്നയിക്കുന്ന പ്രധാന ആരോപണം സിറിയ വഴിയാണ് ലെബനാനിലേക്കും ഗാസയിലേക്കും യമനിലേക്കുമൊക്കെയുള്ള ആയുധങ്ങൾ ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ വിരുദ്ധ ചേരിയിലെ രാജ്യങ്ങൾ ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നത് എന്നാണ്. ഈ ആരോപണം ഉന്നയിച്ച് അലപ്പോയെയും സനയെയും ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ പല തവണ നേരിട്ടതാണ്. ഒടുവിൽ റഷ്യൻ സൈനിക ക്യാമ്പിന് തൊട്ടടുത്തായി ഇസ്രയേൽ ബോംബ് വർഷിച്ചപ്പോൾ റഷ്യ പ്രതികരിക്കുന്ന ഒരു ഘട്ടം നമ്മൾ പറഞ്ഞു പോയതാണ്. ഇത്തരം സാഹചര്യങ്ങൾ സിറിയയുടെ രക്ഷകരായി റഷ്യ കടന്നു വരാറുണ്ട് എന്നതും റഷ്യക്ക് സിറിയയെ സംരക്ഷിക്കൽ ബാധ്യതയായി മാറണമെന്നും പാശ്ചാത്യ ചേരി ആഗ്രഹിക്കുന്നുണ്ട്. സിറിയ ആക്രമിക്കുന്നതിന് പിറകിലുള്ള ഒന്നാമത്തെ കാരണം പ്രത്യക്ഷത്തിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നത് ഇത്തരം നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നു എന്നതാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ദ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ഒരു പദ്ധതി ഇസ്രയേലിൻ്റെ മനസ്സിലുള്ളതാണ്. അതിൽ സിറിയ പരിപൂർണമായിട്ടും ഇസ്രയേലിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കണം എന്ന അവരുടെ തീവ്ര പദ്ധതിയിൽപ്പെട്ടതാണ്. സിറിയയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണും ധാതു ലവണങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു അത്യപൂർവ പ്രദേശങ്ങളിൽപ്പെട്ട ഒന്നാണ് സിറിയ എന്ന് പറയുന്നത്. ആ സിറിയ കണ്ടെടുക്കുക, ആ സിറിയ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക എന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ലോക പോലീസ് ചമയുന്ന രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ട് പോവുക എന്നതും അതിലൂടെ അഭിവൃദ്ധി പ്രാപിക്കുക എന്നതുമൊക്കെ ഇവരുടെ ലക്ഷ്യമാണ്. അതിന് തടയിടേണ്ടി വന്നത് റഷ്യയുടെ കടന്നുവരവോട് കൂടിയാണ്. അതിനാൽ ഒരേ സമയം
റഷ്യക്കകത്തും ഉക്രൈനിലും സിറിയയിലും റഷ്യയെ പിന്തുണക്കുന്ന രാജ്യങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടാകൽ പാശ്ചാത്യ ചേരിയുടെ ആവശ്യമാണ്. അങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ റഷ്യ ദുർബലമാകും എന്നാണ് പാശ്ചാത്യ ചേരി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറിയയിലെ വിമതരുമായി അമേരിക്ക അടുക്കുകയും അവർക്ക് രഹസ്യ പിന്തുണ നൽകുകയുമാണ് എന്നുമാണ് ബഷാർ അൽ അസദ് പറയുന്നത്. ഇത് മാത്രമല്ല, ഉക്രൈനിയൻ ഏജന്റുമാരും ഈ വിമതർക്കൊപ്പം സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അസദ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിമതർക്ക് ഡ്രോൺ പരിശീലനവും മനുഷ്യശക്തിക്ക് പകരമായി US നിർമ്മിത ആയുധങ്ങളും വാഗ്ദാനം ചെയ്യുന്നതായും സിറിയൻ സൈനിക ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. സിറിയയിലെ ഉക്രൈനിയൻ ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യഥാർത്ഥ സ്ഥിരീകരണം ഉണ്ട് എന്നാണ് ഒരു റഷ്യൻ സൈനികന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. റഷ്യ നടത്തിയ രഹസ്യാന്വേഷണത്തിൽ വിമതരെ എങ്ങനെ ചാവേർ ഡ്രോണുകൾ പറത്തണമെന്നും അവർക്ക് ഇത്തരം ആയുധങ്ങൾ വിതരണം ചെയ്യാമെന്നുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചൊരു തെളിവ് കൂടി പാശ്ചാത്യ വിരുദ്ധ മാധ്യമങ്ങളുടെ ഒക്കെ വാളുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കപ്പലിൽ ചിത്രീകരിച്ചൊരു വീഡിയോ ഫൂട്ടേജിൽ US നിർമ്മിത സ്വിച്ച് ബ്ലേഡ് 600 ഡ്രോൺ സിറിയൻ തീവ്ര ഗ്രൂപ്പുകൾക്ക് നൽകുകയും മാനുഷിക സഹായം എന്ന ലേബൽ ചെയ്ത ചില പെട്ടികൾ വിതരണം ചെയ്യുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട്. ഈ റഷ്യയും സിറിയയും ഒക്കെ പറയുന്നത് ഈ പെട്ടികളൊന്നും മാനുഷിക സഹായമല്ല, അതിലൊക്കെ ആയുധങ്ങളുടെ വലിയ തോതിലുള്ള കൈമാറ്റമാണ് നടക്കുന്നത്. ഈ കൈമാറ്റം എന്ന് പറയുന്നത് ഈ തീവ്ര ഗ്രൂപ്പുകൾക്കാണ് എന്നുമൊക്കെയാണ് റഷ്യയും സിറിയയും ഒക്കെ പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ ഉക്രൈനിയൻ തൃശൂല ചിഹ്നമുള്ള കറുത്ത ടീഷർട്ട് ധരിച്ച ഒരാൾ ഇഡ്ലിബിൽ എവിടെയോ തീവ്രവാദികളുമായി ചാറ്റ് ചെയ്യുന്നതായും കാണിക്കുന്നുണ്ട് എന്നതാണ്. ഇദ്ലിബിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ഹംറക്ക് ഈ പ്രവിശ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് സ്വന്തമായി കൃത്യമായ അറിവും അവിടെ കൃത്യമായ ഉറവിടങ്ങളും ഉണ്ട് എന്നും ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിറിയക്കാരെയും റഷ്യക്കാരെയും കൊല്ലാൻ ഏകദേശം 250 ഉക്രൈനിയൻ ഇൻസ്ട്രക്ടർമാർ HDS തീവ്രവാദ ഗ്രൂപ്പിനെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. റഷ്യൻ താവളങ്ങൾ ആക്രമിക്കുക എന്നതാണ് ഉക്രൈനിയൻ ഇൻസ്ട്രക്ടർമാരുടെ പ്രധാന അജണ്ട. ഇവർക്കൊപ്പം ഉക്രൈനിൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ചെച്ചൻ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് എന്നും റഷ്യൻ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ചെച്ചൻ, ക്രീമിയ ടാറ്റർ ഗ്രൂപ്പുകൾ, യൂണിറ്റുകൾ എന്നിവയുടെ മറവിൽ ISIS തീവ്ര ഗ്രൂപ്പും സമാന ഗ്രൂപ്പുകളും ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്നതായി മോസ്കോക്ക് വിശ്വസനീയമായ വിവരങ്ങൾ ഉണ്ട് എന്ന് റഷ്യൻ സുരക്ഷാ വിഭാഗമായ FSB മേധാവി അലക്സാണ്ടർ ബോട്ട്നിക്കോവും വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയെ അസ്വസ്ഥമാക്കാൻ ലോകത്തിൻ്റെ ഏത് ദിക്കും ഉപയോഗപ്പെടുത്തുകയാണ് ഉക്രൈനെ ഉപയോഗിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ. ഇതിൻ്റെ ഭാഗമായി റഷ്യക്ക് ഇപ്പോൾ സൈനിക സാന്നിധ്യമുള്ള, റഷ്യക്ക് സുരക്ഷാ ചുമതലയുള്ള ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലെ അവിടെയുള്ള ആഫ്രിക്കയിലെ തീവ്ര ഗ്രൂപ്പുകളെയും ഉക്രൈൻ സഹായിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ ഗവൺമെൻറ്റിൻ്റെ സൈന്യത്തെയും റഷ്യൻ സുരക്ഷാ കരാർ ജീവനക്കാരെയും കൊല്ലാൻ സഹായിക്കുന്ന വിവരങ്ങളും ഡ്രോൺ യുദ്ധ സാങ്കേതിക വിദ്യകളും ടൂറേഗുകൾക്ക് നൽകുമെന്ന്, ടൂറേഗുകൾ അവിടുത്തെ റഷ്യൻ വിരുദ്ധ കലാപകാരികളാണ്, ഇവർക്ക് നൽകുമെന്ന് ഉക്രൈനിലെ HUR സൈനിക രഹസ്യാന്വേഷണ ഏജൻസി വെല്ലുവിളിച്ച് വ്യക്തമാക്കിയ ഒരു വീഡിയോ ഇതിനകം തന്നെ വളരെ വലിയ ചർച്ചയാവുകയും റഷ്യ അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. സിറിയ അസ്വസ്ഥമായാൽ റഷ്യയും അസ്വസ്ഥമാകും. ഒരു ഭാഗത്ത് ലെബനാൻ സ്വസ്ഥമായപ്പോൾ മറുഭാഗത്ത് സിറിയയെ ആക്രമിച്ച് റഷ്യയെയും പശ്ചിമേഷ്യയെയും അസ്വസ്ഥമാക്കുക എങ്കിൽ പാശ്ചാത്യ ശക്തികൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവർക്ക് സാധിക്കും. സിറിയ പിടിച്ചെടുത്താൽ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ അമേരിക്കക്ക് സംരക്ഷിക്കാനും കഴിയും. ഒരു കാലത്ത് അമേരിക്കക്ക് മാത്രം ശക്തമായ മേധാവിത്വം ഉണ്ടായിരുന്നിടത്തേക്കാണ് റഷ്യ സിറിയയുടെ സർക്കാരിൻ്റെ അതിഥികളായോ അല്ലെങ്കിൽ സഹായികളായോ ഒക്കെ കടന്നു വരുന്നത്. ഇതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സിറിയയിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇപ്പോഴുള്ള ചേതോ വികാരവും. 2020 മാർച്ചിന് ശേഷം റഷ്യയും തുർക്കിയും രാജ്യത്ത് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിനു ശേഷം സിറിയൻ വിമതരും സർക്കാർ സേനയും തമ്മിലുള്ള ആദ്യത്തെ വലിയ ഏറ്റുമുട്ടലാണ് ബുധനാഴ്ച മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വർഷങ്ങൾ നീണ്ട സിറിയയിലെ സർക്കാർ വിരുദ്ധ പോരാട്ടം പ്രസിഡന്റ് ബഷാർ അൽ അസദ് ഭരണകൂടം റഷ്യയുടെ സഹായത്തോടെ അടിച്ചമർത്തുകയായിരുന്നു. 10,000 ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഇതേ തുടർന്ന് റഷ്യ സിറിയയിൽ സൈനിക താവളം വരെ തുറക്കുകയും ചെയ്തു. ഏതായിരുന്നാലും എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അസ്വസ്ഥമായി കൊണ്ടിരിക്കുക എന്നത് പാശ്ചാത്യ ശക്തികളുടെ അജണ്ടയാണ്. അതിൽ അമേരിക്കയും റഷ്യയും ഒരുപോലെ പങ്കാളികളുമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.